ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 17 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 18-ാമത്തെ ശ്ലോകം നോക്കാം. വിസ്തരണേതാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹേ ജനാർദ്ദന, ആത്മനഃ അങ്ങയുടെ സ്വന്തം, യോഗം വിഭൂതിം ച യോഗവും വിഭൂതിയും, യോഗശക്തിയും മഹിമകളും, വിസ്തരേണ ഭൂയ കഥയ വിസ്തരിച്ച് വീണ്ടും പറയൂ, ഹി എന്തുകൊണ്ടെന്നാൽ, അമൃതം അങ്ങയുടെ അമൃതതുല്യമായ ആ വാക്കുകൾ, ശൃണ്വതഃ കേട്ടിട്ട്, മേ എനിക്ക്, തൃപ്തി നാസ്തി തൃപ്തിയായില്ല, തൃപ്തി വരുന്നില്ല. ഹേ ജനാർദ്ദന, അങ്ങയുടെ യോഗശക്തിയും മഹിമകളും വിസ്തരിച്ച് വീണ്ടും പറയൂ. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ അമൃതതുല്യമായ ആ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തൃപ്തിയായില്ല, എനിക്ക് തൃപ്തി വരുന്നില്ല. അല്ലയോ ഭഗവാനെ, അങ്ങയെപ്പറ്റി, അവിടുത്തെ മഹിമകളെപ്പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കുന്തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ വീണ്ടും വീണ്ടും നുകരുവാൻ തോന്നുന്നു. അതുകൊണ്ട് അങ്ങയുടെ യോഗശക്തിയെയും മഹിമകളെയും കുറിച്ച് വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. ഇതാണ് അർജുനൻ പറയുന്നത് ഭഗവാനോട്. ഭഗവാനിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ച ഭക്തൻ്റെ അവസ്ഥ ഇതാണ്. ഭഗവത് മഹിമകൾ നിരന്തരം ശ്രവിച്ചുകൊണ്ടിരുന്നാലും അവർക്ക് മതി വരില്ല. ഭഗവാന്റെ ഓരോ ലീലകളും അത്യന്തം ആസ്വാദ്യകരമാണ് അവർക്ക്. അവിടുത്തെ വാക്കുകൾ അവർക്ക് അമൃതതുല്യമായി അനുഭവപ്പെടും. ഭഗവത് ചരിതങ്ങൾ വായിക്കുന്തോറും കേൾക്കുന്തോറും മാധുര്യം ഏറി വരും. രാമായണവും ഭാഗവതവും എല്ലാം എത്ര വായിച്ചാലും എത്ര സപ്താഹങ്ങൾ കേട്ടാലും മതി വരില്ല. ഓരോ തവണ കേൾക്കുമ്പോഴും അവയിൽ നിന്നും പുതുതായി പലതും ലഭിക്കുന്നതായി അനുഭവപ്പെടും. ഒരിക്കലും അവയുടെ പുതുമ നഷ്ടപ്പെടുന്നില്ല. അതാണ് ഭഗവത് കഥകളുടെ മാഹാത്മ്യം. അത് ഭഗവാന്റെ മഹിമയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഭഗവാൻ നേരിട്ട് പറയുമ്പോഴോ ആ അമൃതതുല്യമായ വാണികൾ കേട്ടാലും കേട്ടാലും അർജുനന് മതി വരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും അങ്ങയുടെ ഈ മഹിമകളെപ്പറ്റി വിവരിച്ച് പറയൂ ജനാർദ്ദന എന്ന് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.